വെൽക്കം ബാക്ക് റിയാക്ഷൻ ടൂറിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് ഏവർക്കും സ്വാഗതം. 2023 ബ്ലോക്ക് ബസ്റ്റർ മലയാള ചിത്രമാണ് രോമാഞ്ചം എന്ന സിനിമയിലെ മറ്റൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേ സിനിമ തന്നെ മറ്റൊരു വീഡിയോ ആണ്, പുതിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോവാം. സോബിൻ സായർ മറ്റേ ഗിഫ്റ്റ് കൊടുത്ത സാധനം, ക്ലോസറ്റ് വെഡിങ് ഗിഫ്റ്റ് കൊടുത്തില്ലേ? ഇന്ന് കഴിക്കാനാണോ അതോ നാളെ കഴിക്കാനാണോ? അല്ല, നല്ലപോലെ പഴുത്ത വേണോ നാളത്തേന് പഴുത്ത വേണോ അറിയാൻ വേണ്ടി ചോദിച്ചാ. ആയിക്കോട്ടെ, തരാം. അത് നിരവ് വിളിച്ചു പറഞ്ഞായിരുന്നു. കൊണ്ടോ. ഷിജു സണ്ണി ഫുൾ അടിച്ച് വീലായ. സജിൻ ഗോപു, അബിൻ. ഇതെടുത്താ കുടിച്ചിട്ട് വന്നെ. അതിനുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അടിക്കാനുള്ള പൈസ ഒന്നും അവന്റെ ഇല്ല. വെള്ളം അടിച്ചല്ല, എന്ത് ചീഞ്ഞ എപ്പോഴും പിടിച്ചോണ്ട് വന്നേക്കണത്. പഴുത്ത അങ്ങനെ പറഞ്ഞപ്പോ ചീഞ്ഞ സോഡ 10 ഫ്രൂട്ടി ഒന്നും പ്ലാസ്റ്റിക് കസേരൊന്നും ഇതൊക്കെ ആര് മേടിച്ചാണ്? ഞാൻ മേടിച്ചല്ലേ എന്റെ പുറത്താണ് പോയി കൊരക്കാട്ട് പോയിട്ട് മരുന്ന് കുടിക്കണം. മരുന്ന് കഴിഞ്ഞോ? മരുന്ന് കാലി. ഓ, മരുന്നെടുത്ത് കുടിച്ചു. വെള്ളം അടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പുതപ്പിക്കാം. ഓ, അടിപൊളി. കടിക്കുന്നില്ല ഒരാള്. അടിപൊളി സീന്. എന്താണ് അഭിനയം, ഒന്നും അറിയാത്ത പോലെ. ഒരാൾ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയിരുന്നു, മറ്റു രണ്ടുപേര് കിടന്നിറങ്ങുന്നു. വെള്ളിമുങ്ങ 3CR കടിച്ചടിയളം. അബിൻ വായുടെ അളവെടുക്കുന്നുണ്ട്, ആരെ കടിച്ചറിയാൻ. അടിപൊളി. ഈ കടം മേടിച്ച കാശിന് പോലും പടക്കം മേടിച്ച് കൂട്ടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല സൂപ്പർ ഒരു സീനാണ് കണ്ടത്. രോമാഞ്ചം എന്ന മൂവിയിലെ ഒരു സീനാണ് കണ്ടത്. നമ്മളെ സൗബിനിക്കയും സജൻ ഗോപു, അതുപോലെ ഷിജു സണ്ണി, അബിന്, അങ്ങനെ വേറെ ഒരുപാട് താരങ്ങളുടെ പേരറിയില്ല. പക്ഷെ നല്ല അടിപൊളി ഒരു സൂപ്പർ ഒരു കോമഡി സീനാണ് കണ്ടത്. 2023 ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്. ഏകദേശം 1 കോടിക്ക് മുകളിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ്. 70 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇല്ല. ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് രോമാഞ്ചം. എന്തായാലും വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടതാണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.